വൈദ്യശാസ്ത്ര രംഗത്തെ ശസ്ത്രക്രിയാ മേഖലയിൽ നൂതനമായ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റോബോട്ടിക് സർജറി. ആ റോബോട്ടിക് സർജറി എങ്ങനെയെന്നും എന്തെന്നും നമുക്ക് വിശദമായിട്ടൊന്ന് കണ്ടുവരാം. ഈ കാണുന്ന വാഹനത്തിലാണ് ആ റോബോട്ടിക് സർജറിയുടെ സാധനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ശസ്ത്രക്രിയ രംഗത്തൊരു മാറ്റമാണ് റോബോട്ടിക്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന്റെ ആ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? റോബോട്ടിക് സർജറിക്ക് മെയിനായിട്ട് 3 ഘടകങ്ങളുള്ളത്. ഇത് സർജൻ കൺസോൾ എന്ന് പറയും, അഥവാ സർജന്റെ ഇരിപ്പിടം. ഈ പേഷ്യന്റ് അകത്തുള്ള ശരീരഭാഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് സർജൻ ഇവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത്. പേഷ്യന്റ് ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ക്യാമറ സിസ്റ്റമാണ്. ഈ ക്യാമറ സിസ്റ്റം വഴിയാണ് സർജനും ബാക്കിയുള്ളവർക്കും ഈ ശരീരത്തിന്റെ അകത്ത് എന്താണ്, ഈ പേഷ്യന്റ് ശരീരത്തിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് കാണാൻ പറ്റുക. ബാക്കി 2 കൈകളിലായിട്ട് നമ്മൾ ഈ സർജറി, ഈ ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള യന്ത്രങ്ങൾ ഇതിന്റെ അകത്തോട്ട് കയറ്റും. ആ യന്ത്രങ്ങളുടെ കൺട്രോളാണ് സർജൻ അവിടെ ഇരുന്നിട്ട് സർജൻ കൺട്രോൾ ചെയ്യുന്നത്. സർജറിയുടെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കൺട്രോൾസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനായിട്ട് വേറെ ഡോക്ടർമാരുണ്ടാവും, അതുകൂടാതെ നഴ്സുമാരുണ്ടാവും. അവർക്കെല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ സിസ്റ്റമാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിനകത്തൊരു TV ഉണ്ട്. പിന്നെ സർജന്റെ ആ ഒരു കൺട്രോൾസിന് വേണ്ടിയിട്ടുള്ള റോബോട്ടിക് സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ എനർജി സിസ്റ്റംസ് എല്ലാം ഇതിനകത്ത് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. റോബോട്ടിക് സർജറിയുടെ ഒരു സക്സസ്, അതിലുപരിയായിട്ട് റിക്കവറി, അതൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഓപ്പൺ സർജറി വഴിയോ അല്ലെങ്കിൽ താക്കോൽദാര സർജറി വഴിയോ നമുക്ക് പേഷ്യന്റ് അകത്ത് എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ അനായാസം റോബോട്ടിന് അവിടെ എത്താൻ പറ്റും. മുറിവിന്റെ ഒരു കാഠിന്യം കുറവായിരിക്കും. കോംപ്ലിക്കേഷൻസ്, സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യത കുറവാണ്. ബ്ലീഡിംഗ് ഉണ്ടാവുന്ന ചാൻസസ് വളരെ കുറവാണ്. അതോടുകൂടി തന്നെ പേഷ്യന്റിന് നമ്മൾ ചെയ്യുന്ന ശസ്ത്രക്രിയ ഏറ്റവും നൂതനമായിട്ടും ഏറ്റവും കറക്റ്റായിട്ടും ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ റോബോട്ടിക് സർജറിയുടെ ഒരു മികവ്. ഒരു സർജൻ കൺസോൾ എന്നിട്ട് ഈ റോബോട്ടിക് ശസ്ത്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ വ്യൂവറിന്റെ അകത്തോട്ട് കയറി നോക്കുന്നു. നമ്മൾ പേഷ്യന്റ് അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു. എനിക്ക് എവിടെയാണോ കാണുന്നത് അങ്ങോട്ടേക്ക് എനിക്ക് ക്യാമറനെ പാൻ ചെയ്യാൻ പറ്റും, സൂം ഇൻ ചെയ്യാൻ പറ്റും, സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ശരീരത്തിനകത്ത് എന്തെങ്കിലും സർജറി ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇവിടെ കാണുന്നത് നമ്മളൊരു സ്യൂച്ചർ നീഡിലാണ്, അതായത് നമ്മൾ തെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നീഡിലാണ്. അപ്പൊ ഞാൻ ആ റോബോട്ടിക് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ഈ നീഡിൽ പിക്ക് ചെയ്യുന്നു. ഇതിപ്പോ പേഷ്യന്റ് ശരീരത്തിന്റെ അകമാണെങ്കിൽ അനായാസം ഞാൻ ആ നീഡിൽ പിക്ക് ചെയ്യുന്നു. ഇതെല്ലാം വളരെ അനായാസം നമുക്ക് റോബോട്ടിക് സർജറി വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊക്കെ ശസ്ത്രക്രിയകൾക്ക് റോബോട്ടിക് ഉപയോഗിക്കാം? തുടക്കത്തിൽ ഈ റോബോട്ടിക് സർജറി സിസ്റ്റം വന്നത് യൂറോളജി സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്കായിരുന്നു. മെയിനായിട്ട് യൂറോളജി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മൂത്രസഞ്ചിയുണ്ട്, പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞ പുരുഷ ഗ്രന്ഥിയുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ക്യാൻസർ രോഗങ്ങൾക്ക്, പിന്നെ കിഡ്നിയിൽ വരുന്ന ക്യാൻസർ രോഗം, ഇതിനൊക്കെയായിരുന്നു തുടക്കത്തിൽ വന്നിരുന്നത്. പിൽക്കാലത്തായിട്ട് വന്നിരുന്ന എല്ലാ വെർഷൻസും ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലോട്ട് ഈ റോബോട്ടിക് സർജറി സിസ്റ്റം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റി. ഇത് പബ്ലിക്കിന് കാണാം, മറ്റ് ജനറൽ ഡോക്ടേഴ്സിന്, MBBS ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സാധാരണ ഡോക്ടേഴ്സിന് വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം, ഇതെന്താണെന്നുള്ള അറിയാം. അതുപോലെ വേണമെങ്കിൽ പേഷ്യൻസായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് കൂടി, എങ്ങനെ അവർ ചെയ്തപ്പോൾ എന്തോരം ഗുണങ്ങൾ കിട്ടി, മറ്റേ കൺവെൻഷണൽ സർജറിനെക്കാളും എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ള അവർക്ക് എക്സ്പീരിയൻസ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ എക്സ്പീരിയൻസ് സെൻറ്റർ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. കണ്ടില്ലേ, വൈദ്യശാസ്ത്ര രംഗത്തെ ഈ വിപ്ലവകരമായ മാറ്റം രോഗികളുടെ സുരക്ഷിതത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കൂടാതെ എത്രയും പെട്ടെന്ന് രോഗം മാറി വീട്ടിലെത്താനുള്ള ഒരു അവസ്ഥയും സൃഷ്ടിക്കപ്പെടുന്നത്. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നമുക്കിപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ഈ റോബോട്ടിക് സർജറിയെ പറ്റിയൊക്കെ ആളുകൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു ക്രമീകരണത്തിലൂടെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും അതേപോലെ പൊതുജനങ്ങൾക്കും ഒക്കെ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ കൃത്യമായിട്ട് തന്നെ? കൊച്ചിയിലെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ സൗത്ത് ബ്ലോക്കിന് മുന്നിലാണ് പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന വാനിൽ സർജിക്കൽ റോബോട്ടിക് സിസ്റ്റം പ്രദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത്. ഇന്നും നാളെയുമായിട്ടാണ് ഈ പ്രദർശനം നടക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിയോടുകൂടി ഈ പ്രദർശനം അവസാനിക്കുകയും ചെയ്യും. ഇതിൽ പ്രധാനമായിട്ടും മെഡിക്കൽ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ ഡോക്ടർമാർ, വിവിധ മേഖലയിലുള്ള ഡോക്ടർമാർക്കൊക്കെ ഇത്തരത്തിൽ ഈ സർജിക്കൽ എങ്ങനെയാണ് ഈ രീതിയിലുള്ള റോബോട്ടിക് സർജറി പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ്. കൂടാതെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഈ റോബോട്ടിക് സർജറി എത്രത്തോളം നൂതനമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അത് എത്രത്തോളം രോഗികൾക്ക് ഗുണകരമാകും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവിടെ ചെന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ സാധാരണഗതിയിൽ ഇങ്ങനെയൊരു സർജറിയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു ചിലവുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഡോക്ടർമാർ തന്നെ പറയുന്നത് ഏകദേശം കീഹോൾ ശസ്ത്രക്രിയയുടെ ഏകദേശം ആ ഒരു തുക മാത്രമേ ഇതിനും വരികയുള്ളൂ എന്ന് തന്നെയാണ്. എന്നാൽ അതിനേക്കാളും അല്പം കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരും. എങ്കിൽ പോലും
രോഗികൾക്ക് എത്രയും പെട്ടെന്ന് റിക്കവറി ആകാൻ കഴിയും എന്നതാണ്. കാരണം അതിനുശേഷം 2-3 മാസമൊക്കെ നേരത്തെയൊക്കെ മുമ്പ് ഓപ്പൺ സർജറിയിലൊക്കെ റെസ്റ്റ് വേണ്ടി വരുന്ന ഒരു സമയമുണ്ട്. ഇത് റോബോട്ടിക് സർജറിയിലൂടെ അത്രയൊന്നും വേണ്ട. ഈ സർജറി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വലിയ നൂതനമായ ഒരു ആശയം അത് നമ്മുടെ ഈ കേരളത്തിൽ അവതരിപ്പിച്ചിട്ട് നാളുകളായെങ്കിൽ പോലും അത് ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന രീതിയാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്തായാലും ഈ 2 ദിവസക്കാലം അവലംബിച്ചിരിക്കുന്നത്.